നമസ്തേ സുഹൃത്തുക്കളെ, വാൽമീകി സമുദായം എന്ന പേരിൽ ഭാരതത്തിൽ ഒരു സമുദായം ജീവിച്ചിരുന്നു. വാൽമീകിക്ക് ക്ഷേത്രം പണിത് ആചരിച്ചു വന്നവരാണ് അവർ. അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വാൽമീകി. നാരദമുനിക്ക് സമം നിൽക്കുന്നതും ഒട്ടേറെ ശിഷ്യഗണങ്ങളും ഉള്ളതായ മഹാപണ്ഡിതനാണ് വാൽമീകി. ഒരു ദിവസം നാരദനും വാൽമീകിയും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ ലക്ഷണമൊത്ത ആരെങ്കിലും ഇതുവരെ ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയരൂപേണ നാരദനോട് വാൽമീകി ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ 16 ലക്ഷണമെങ്കിലും പറഞ്ഞാലും. ഇത് കേട്ട നാരദൻ 16 പകരം 56ഓളം ലക്ഷണങ്ങളുള്ള ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. മര്യാദ പുരുഷോത്തമനായ രാമനാണത്. അദ്ദേഹത്തെപ്പറ്റി ഒരു കാവ്യം രചിക്കാൻ വാൽമീകിയോട് ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി എങ്ങനെ തുടങ്ങണമെന്നും ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം അദ്ദേഹം കുളിക്കാനായി പുഴക്കടവിൽ ചെന്നപ്പോൾ ഒരു മരച്ചില്ലയിൽ 2 പക്ഷികൾ, ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ സല്ലാപത്തിൽ ഇരിക്കുന്നു. ഒരു വേടൻ അമ്പെയ്ത് അമ്പെയ്തു. ആൺപക്ഷി അമ്പ് കൊണ്ട് താഴെ വീണ് മരിക്കുന്നു. ഇത് കണ്ട പെൺപക്ഷിയുടെ പ്രകടനം വാൽമീകി കാണാനിടവരുന്നു. പെൺപക്ഷിയുടെ പ്രണയവിരഹവും രോദനവും നിസ്സഹായതയും ഉൾപ്പെടെയുള്ള പ്രകടനങ്ങളെ കണ്ട് വാൽമീകി മനസ്സലിയുന്നു. വാൽമീകിയുടെ മനസ്സിൽ നിന്നും അപ്പോൾ ഉത്ഭവിച്ചു വന്ന കാവ്യരൂപമാണ് ആദി കാവ്യമായ രാമായണം എന്ന് ഇതിഹാസ കാവ്യം എന്നാണ്. ആ ഇതിഹാസ കാവ്യത്തെപ്പറ്റി മഹാപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ പക്ഷികളുടെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും വാൽമീകി മഹർഷിക്ക് ഉണ്ടായ പ്രചോദനമാണ് ആദികാവ്യമായി രാമായണം എന്ന കാവ്യം രചിക്കപ്പെടാനിടയായത് എന്ന് പറയപ്പെടുന്നു. നമസ്തേ.